രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിലാണ് ഏലിയ പ്രവാചകൻ്റെ കഥ തുടങ്ങുന്നത്. അഹാബ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ഒരേ ഒരാളുണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. അത് ഏലിയ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏലിയ പ്രവാചകൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. പ്രത്യേകിച്ച് കർമ്മലീത്ത സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ്റെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഏലിയ എന്ന മനുഷ്യനും ഏലിയ എന്ന ദൈവമനുഷ്യനും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസം നമ്മളെ കുറേ നല്ല ബോധ്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ഏലിയ ബാലിൻ്റെ ദൈവന്മാരൊക്കെ കൊന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ പ്രകടിപ്പിച്ചതിന് ശേഷം ജസബൽ രാജ്ഞി ഏലിയയെ വധിക്കാനായി തൻ്റെ സേവകരെ അയക്കുകയാണ്. ഇതറിഞ്ഞിട്ട് ഏലിയ ഒളിച്ചോടുകയാണ്. ആ വാക്കാണ് ബൈബിളിൽ ഉപയോഗിക്കുക. ഏലിയ ഓടിപ്പോവാണ്. അങ്ങനെ ഓടി മരുഭൂമിയിലെത്തി ഏലിയ തളർന്ന് ദൈവത്തിനോട് മരണത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട്. മരണത്തിന് വേണ്ടി യാചിക്കുന്ന ഏലിയ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കീർണമായിട്ടുള്ളൊരവസ്ഥയിലൂടെ ഏലിയ പ്രവാചകൻ കടന്നു പോവാണ്. ദൈവജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന തരത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച ഏലിയ ഒരു നിമിഷത്തേക്ക് തൻ്റെ കൂടെയുള്ള ദൈവത്തെ മറന്നുപോയി എന്നുള്ളതാണ്. തൻ്റെ മാനുഷികമായിട്ടുള്ള ബലഹീനതകളിലും പരാധീനതകളിലും അവൻ്റെ കണ്ണുടക്കി എന്നുള്ളതാണ്. അവിടെ അവനെ മനസ്സിലാക്കി, പക്ഷേ അവൻ്റെ കൂടെയുള്ള ദൈവത്തെ മറന്നുപോയി. ആ ഒരു വലിയ പ്രതിസന്ധിയിൽ ഏലിയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് മരിച്ചാൽ മതി. ആ ഒരു എന്താ പറയുക, സങ്കീർണമായിട്ടുള്ള ജീവിതാവസ്ഥകളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഏലിയ എന്ന മനുഷ്യനെ പോലെ ദൈവം നമ്മുടെ സങ്കീർണതയിലും നമ്മുടെ വേദനകളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ആ വേദനകളിലൂടെ നമ്മൾ നയിക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകുന്നു. ഏലിയായ്ക്ക് ഈ മരുഭൂമിയിൽ വെച്ച് സംഭവിച്ചതുപോലെ. എന്നിട്ട് ഏലിയ കിടന്നുറങ്ങാണ്. എവിടെ കിടന്നുറങ്ങണത്? ഒരു വാടാമുൾച്ചെടിയുടെ കീഴിൽ നിന്നാണ് വചനം പറയുന്നത്. ഇംഗ്ലീഷിൽ ജുനീപ്പർ ട്രീ എന്നാണ് ഞാൻ വായിച്ചത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു മരമാണ്. അത് മരുഭൂമിയിൽ മാത്രമാണ് കാണുന്നത്. മരുഭൂമിയിൽ തളർന്നു വരുന്ന മനുഷ്യർക്ക് തണലേകുന്ന ഒരു മരം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനത്തെ കുറേ മരങ്ങൾ നമ്മളിങ്ങനെ ഉഷ്ണത്തിൻ്റെയും ഉഷണതയുടെ ഇടയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി നട്ടുവെച്ചിട്ടുണ്ട്. അതിൻ്റെ തണലിലിരിക്കാനും ആ തണലത്തിരുന്ന് ഉറങ്ങാനും നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. ഏലിയയെ പോലെ അവിടെ വെച്ച് ദൈവം ഏലിയായോട് പറയുന്നുണ്ട്, ഉറക്കം എഴുന്നേൽക്കുക, അരികത്തിരിക്കുന്ന അപ്പം വെള്ളമെടുത്ത് കഴിക്കുക, യാത്ര തുടരുക. ഏലിയ ഉറക്കം എഴുന്നേൽക്കുന്നു, അവൻ്റെ യാത്ര തുടരുന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലൊക്കെ നമ്മൾ ഉറങ്ങാൻ ശരിക്കും പറ്റാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. ഉറക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ വലിയൊരു ധ്യാനത്തിലേക്ക് നയിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഈ സങ്കീർണതകളിലും ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഏലിയ മരത്തിൻ്റെ തണലിലിരുന്നു എന്ന് പറയുമ്പോൾ ദൈവം അവൻ്റെ വഴിയിൽ ഒരുക്കി വെച്ച ആ മരത്തിൻ്റെ തണലിൽ അവനിരിക്കാൻ പറ്റി. ആ തണലത്ത് അവൻ ആശ്വാസം കണ്ടെത്താൻ പറ്റി. ആ തണലത്ത് അവൻ ഉറങ്ങാൻ പറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മരത്തണലിൽ കിടന്നുറങ്ങാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഏലിയായെ പോലെ നമുക്ക് പിറ്റേ ദിവസം ഉണർന്നെഴുന്നേറ്റ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പവും വെള്ളവും കഴിച്ച് വീണ്ടും യാത്ര തുടരാനായിട്ട് പറ്റും. ഏലിയയുടെ ആ യാത്ര അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ മല മുകളിലാണ്. അവിടെ ഒരു ഗുഹയ്ക്കകത്ത് ഏലിയ ഏകാന്തനായി കഴിയുകയാണ്. ആ ഗുഹാമുഖത്ത് ഏലിയ ഒരു സ്വരം കേൾക്കുന്നു. ഏലിയ, നീ എന്ത് ചെയ്യുകയാണ്? വലിയ ചിന്തയല്ലേ? ദൈവം ചോദിക്കുകയാണ് ഏലിയുടെ അടുത്ത്, നീ എന്താണ് ചെയ്യുന്നത്? ഏലി പറയുന്നൊരു ഉത്തരമുണ്ട്, ഞാൻ
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. എന്നിട്ട് ഏലിയയുടെ അടുത്ത് ദൈവം വീണ്ടും ചോദിക്കുന്നുണ്ട്, ഏലിയ നീ എന്ത് ചെയ്യുകയാണ്? ഏലിയ വീണ്ടും പറയുന്നു, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. പ്രിയമുള്ളവരുടെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങണം. ആ പിൻവാങ്ങൽ നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ചില ഇടങ്ങളിലേക്ക് ദൈവം നയിക്കുന്നതാണ്. ചില ഇടങ്ങളിലേക്ക്, ആ പിൻവാങ്ങലിലൂടെ ദൈവം നമ്മളെ ചില ഇടങ്ങളിലേക്ക്, ചില സാഹചര്യങ്ങളിലേക്ക്, ചില സമയങ്ങളിലേക്കൊക്കെ നയിക്കും. ആ വഴി പോകാനായിട്ടുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു രൂപാന്തരീകരണത്തിന്, ദൈവികമായ രൂപാന്തരീകരണത്തിന് ഇടയാക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എലിയുടെ ജീവിതത്തിൽ നോക്കിക്കേ, എലിയൊരു പുതിയ കൺവിക്ഷനിലേക്ക്, പുതിയ ബോധ്യത്തിലേക്ക് വരികയാണ്. ദൈവം ചോദിക്കുന്നു എലിയായോട്, നീ എന്തു ചെയ്യുകയാണ്? എലിയയ്ക്ക് അവിടെ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ആ ഒരു ആത്മാവിൻ്റെ ജ്വലനം ഏലിയ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങിയത് ആ ഒരു പിൻവാങ്ങലിലൂടെയാണ്. ദൈവം പറഞ്ഞ വഴിയിലൂടെ, ദൈവം പറഞ്ഞിടത്തേക്ക്, ദൈവത്തിൻ്റെ മലയിലേക്ക് ഏലിയ കടന്നു ചെന്നപ്പോൾ ഏലിയ പുതിയ തിരിച്ചറിവുകളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആ ഗുഹാമുഖത്ത് അവൻ പല ഒച്ചകളും കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. ആ ഗുഹാമുഖത്ത് വലിയ കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. ഏലിയ ഈ ഭൂകമ്പത്തിലും കൊടുങ്കാറ്റിലൊക്കെയാണ് ദൈവത്തെ തിരഞ്ഞത്. അതിനകത്തൊക്കെ ദൈവം ഉണ്ടെന്നാണ്, അതൊക്കെ ദൈവത്തിൻ്റെ അടയാളങ്ങളാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ഏലിയ വിശ്വസിച്ച് ആ കൊടുങ്കാറ്റിൻ്റെ അടുത്തേക്കും ഭൂകമ്പത്തിൻ്റെ അടുത്തേക്കൊക്കെ ചെന്നപ്പോഴത്തേനും അതിനകത്തൊന്നും ആരുണ്ടായില്ല, ദൈവം ഉണ്ടായില്ല. പിന്നെ ദൈവം എവിടെ ഉണ്ടായിരുന്നേ? ഒരു സുന്ദരമായിട്ടുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്താണ്? ദൈവം ഒരു മൃദുസ്വരം, എ ടെൻഡർ വോയിസ്, മൃദുസ്വരത്തിലാണ് ദൈവം ഉണ്ടായത്രേ. നമ്മളൊക്കെ അത് ഏലിയയുടെ പോലെ മനുഷ്യന്മാരാണ്. നമ്മളെല്ലാവരും ദൈവത്തെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സർവശക്തനായ, സർവാധിപനായ എന്നൊക്കെ പറയുന്ന ഒരു ദൈവം. നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമല്ല ദൈവം എന്ന് ഏലിയായെ ദൈവം പഠിപ്പിക്കുകയാണ്. ഭൂകമ്പം, കൊടുങ്കാറ്റ്, ഇതൊന്നുമല്ല ഞാനൊരു മൃദുസ്വരമാണ്, ഇളം തെന്നലാണ്. കർത്താവ് ഈശോയെ നോക്കുക, കുരിശിൽ കിടന്ന് മരിക്കുന്നു. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സർവശക്തനും സർവാധിപനുമായിട്ടുള്ള ദൈവം കുരിശിൽ കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. പക്ഷെ നമ്മുടെ ദൈവം അതാണ്. ആ ആദ്യ പാഠങ്ങൾ പഴയ നിയമത്തിലേ ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരനുഭവത്തിലേക്ക് നമ്മളെത്രമാത്രം ആ അനുഭവത്തിലേക്ക് വളർന്നിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, ഏലിയ നമ്മളെ പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠങ്ങൾ ഇതൊക്കെയാണ്. ദൈവത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങുക, തണൽ കണ്ടെത്തുക, തണലിൽ കിടന്നുറങ്ങുക, ഉറങ്ങിയിടത്തു നിന്ന് എഴുന്നേറ്റ് ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് കൊടുങ്കാറ്റായിട്ടോ ഭൂകമ്പമായിട്ടോ ഒന്നും ആയിരിക്കില്ല, മൃദുസ്വരമായി. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ പ്രതീക്ഷിക്കണ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം നമ്മൾ ആഗ്രഹിക്കരുത്. എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരണം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ട്, ഈ പ്രതിസന്ധി കർത്താവ് എടുത്തു മാറ്റണം, അങ്ങനെയല്ല. അതിലുപരി ദൈവം ആ പ്രതിസന്ധിയിലൂടെ നമ്മളെ രൂപീകരിക്കുന്നുണ്ട്, നമ്മളെ ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോർമേഷനിൽ നമ്മൾ കീഴ്പ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബീങ് അണ്ടർ ദ ഫോർമേഷൻ ഓഫ് ഗാഡ്, ബീങ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഗാഡ്. എത്ര സുന്ദരമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ വൈകിപ്പോകുന്നവരാണ്. വൈകിയാലും സാരമില്ല, ഈ ഒരു പുതിയ പാഠങ്ങളിലൂടെ ദൈവം നമ്മളെ വാർത്തെടുക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് ഏലിയ പ്രവാചകൻ നമ്മളെ നയിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ദൈവം നമ്മൾ വിചാരിക്കുന്ന ആളല്ല. നമ്മൾ വരയ്ക്കുന്ന കള്ളികൾക്കുള്ളിൽ ഒതുങ്ങുന്ന ആളല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പമുള്ള, അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ്, നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്.
ആ ഒരു തിരിച്ചറിവിലേക്കുള്ള വളർച്ചയാകട്ടെ എളിയ പ്രവാചകൻ്റെ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് ഒരു വലിയ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അനുഭവമാകട്ടെ. ദൈവം ഒരു മൃദുസ്വരമായി, ഇളം തെന്നലായി നിങ്ങൾക്കരികിൽ അണയട്ടെ. ആമേൻ.